Hi friends! ഇന്ന് ഞാൻ വന്നേക്കിടെ രണ്ട് സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ അത്രയും ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഗീ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് മെൽറ്റായി വരുമ്പോഴത്തേക്കിന് ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഡ്രൈ കോക്കനട്ട് ഇവിടെ എടുത്തേക്കുന്നത് ഓൾമോസ്റ്റ് 1.5 കപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതുമൂടിയിട്ട് നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ കോക്കനട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ കോക്കനട്ടും യൂസ് ചെയ്യാം. അത് ജസ്റ്റ് നമുക്കൊന്ന് ഡ്രൈ ആയി ഒരു സ്ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ മാത്രം ഫ്രൈ ചെയ്യാവുള്ളൂ. ഒത്തിരി ബ്രൗൺ ആയി പോവല്. അപ്പം സ്ലൈറ്റ്ലി ഒന്ന് കളർ ചേഞ്ച് ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. സോ അതിൻ്റെ സ്ലൈറ്റ് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇടുന്നത്. പഞ്ചസാര നമുക്ക് ഇനി വേണമെങ്കിൽ കൂടുതൽ ഇടാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഇതൊന്ന് നമുക്ക് മെൽട്ടായി കിട്ടണം. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഇടുന്നത് 1 കപ്പ് മാംഗോ പ്യൂരിയാണ്. സോ മാങ്ങയുടെ പ്യൂരി ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് 1 കപ്പ് ഇട്ടിട്ടുണ്ട്. മാങ്ങയ്ക്ക് നമുക്ക് നോർമലി നല്ല സ്വീറ്റ്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടേക്കുന്നത്. ഇതിൽ നമുക്ക് നല്ലോണം കോക്കനട്ട് കൂടെ മിക്സ് ആക്കി എടുക്കാം. സോ ഇത് ഇനി നമുക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസി വേണം. നമ്മളുടെ ഈ ഒരു സ്വീറ്റ് ഡെസേർട്ടിൻ്റെ നെയ്യൊക്കെ ഒന്ന് വിട്ട് തുടങ്ങുമ്പോഴത്തേക്കെന്ന് നിങ്ങൾക്കിവിടെ കാണാം, എൻ്റെ നെയ്യൊക്കെ ഒന്ന് വിട്ട് തുടങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. നമുക്ക് ഇത്രയും ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനിയും നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിട്ട് അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ആ കണ്ടെയ്നറിനകത്ത് ഞാൻ പാച്ച്മെൻറ്റ് പേപ്പർ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സ് ഒന്ന് സെറ്റാക്കി എടുക്കാവുന്നതാണ്. സോ നമുക്കിത് നല്ലോണം ഈ കണ്ടെയ്നറിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നല്ലോണം പ്രസ് ചെയ്ത് നമുക്ക് കറക്റ്റ്ലി ഒന്ന് സെറ്റാക്കി എടുക്കാവുന്നതാണ്. ഇതിനും നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ഹാഫ് ആൻ അവർ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം സെറ്റായി കിട്ടും. സോ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഹാഫ് ആൻ അവർ വെച്ചിട്ട് വരാം. സോ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്വീറ്റ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് അൺമോൾഡ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നമ്മളുടെ എത്ര സൈസ് വേണ്ട അതനുസരിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സോ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്കത് കോക്കനട്ടിൽ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് കോക്കനട്ട് ഇഷ്ടമല്ലെങ്കിൽ അല്ലാതും ഇത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ കോക്കനട്ട് ഡിപ്പ് ചെയ്തും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സ്വീറ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. രക്ഷാബന്ധനൊക്കെ വരാൻ പോവുക. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നേ. അടുത്ത ഡെസേർട്ട് ഒരു എനർജി ബാറാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. സോ ഇത് മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഞങ്ങൾക്ക് ഇവിടെ കടയിൽ കിട്ടും. അതാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സാണ് ഇഷ്ടം അത് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇവിടെ ഞാൻ കാരി, പിന്നെ കാഷ്യൂ, ബദാം, പിന്നെ കുറച്ച് ഗ്രേപ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി മിക്സ്ഡാണ്. സോ ഇത് ഓൾമോസ്റ്റ് ഞാനൊരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പ്രോസസ്സറിലിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സീഡൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തേക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് ഞാനിവിടെ 20 to 25 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിൽ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നത് അതനുസരിച്ച് അതിൻ്റെ ഒരു പകുതി ഡേറ്റ്സ് എടുത്താൽ മതി. ഈ ഡേറ്റ്സ് കൂടി നമുക്ക് ഫുഡ് പ്രോസസ്സറിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരേണ്ടതാണ്. സോ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഇതിന് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എനിക്കിവിടെ കാണാം എൻ്റെ മിക്സ് നല്ല നമുക്ക് ഡോ പോലെ വന്നിട്ടുണ്ട്. സോ നമുക്കിതുപോലെ എല്ലാം മിക്സായിട്ട് ഡോ ആയിട്ട് കിട്ടണം. തന്നെ കാണാമല്ലോ, ഇത് നല്ല സോഫ്റ്റ് ഡോ ആയിരിക്കും. അപ്പം ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് നമ്മളുടെ ഷേപ്പ് അനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് ഗീ എൻ്റെ കൈ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. സോ നമുക്കത് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഗ്രീസ് ചെയ്തെടുക്കുന്നത്. അടുത്തായിട്ട് ഞാനൊരു പാച്ച്മെൻറ്റ് പേപ്പറിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡേറ്റ് മിക്സ് അത് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടം ആ ഷേപ്പിൽ നമുക്കിതൊന്ന് മോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ നമുക്ക് കൈ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. നമുക്ക് എത്ര തിക്നെസ്സാണ് വേണ്ടത് അതനുസരിച്ച് നമുക്കിത് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാനൊരു റോളിംഗ് പിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് പരത്തി അതിൻ്റെ തിക്നെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി.
സോ ഞാനിവിടെ സ്ട്രെയിറ്റ് പീസസ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഷേപ്പ് അനുസരിച്ച് ഇഫ് നിങ്ങൾക്ക് ലഡു പോലെ റൗണ്ട് ഷേപ്പിൽ വേണം എന്നാൽ ലഡു ആയിട്ട് ഉണ്ടാക്കിയാലും മതി. പക്ഷേ എനിക്കിവിടെ നോർമലി ബർഫിയുടെ ആ ഒരു ഷേപ്പാണ് ഇഷ്ടം. സോ അത് ഞാൻ റോൾ പീനട്ട് ചെയ്തിട്ട് ഏത് തിക്നെസ്സാണ് നിങ്ങൾക്ക് വേണ്ടി അതെടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്മോൾ തിക്നെസ്സാണ് എടുത്തേക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് 5 മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കാൻ. നല്ല ഹെൽത്തി ആയ ഒരു സ്വീറ്റ്, അത്രയും ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, എന്നാലേ എൻ്റെ പുതിയ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ എൻ്റെ എനർജി ബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ 2 സ്വീറ്റ്സും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.